സംഖ്യാകാന്ഡം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. താർമകൾ കൻപുള്ള തത്തെ വരികടോ, താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ, ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ, ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കു. താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജ ധാനികയകമ്പുക്കും. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണ ഭൂഷണഭൂഷിതൻ, ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ, വിദ്രുമതുല്യാതിധാരിയായ ഗൗരിയാമദ്രി സുതയുമാനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ, നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാതി നളിന ശരഗുരു നാഥൻ നരഖരൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദിസ്ഥിതൻ വ്യക്തനവ്യക്തനനന്ദനനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ. നക്തം ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും. യുദ്ധം ഭവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരീ കേട്ടുകൊള്ളുകന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപാരായണൻ മംഗലദേവതാം കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽഫലദല ശ്യാമള വിഗ്രഹൻ നീലോൽഫലദല ലോലവിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി
രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ വിജീതനായതു കോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ദരൻ പ്രാലേയ ഭാനുസമാനനായ സമം ലീലയാ താംബൂല ചർവണാധൈര്യനു കേവലം വിനോദിച്ചിരുന്നരുളുന്നേരം. രാമായണം വാൽമീകിയുടേതാണ്. വാൽമീകി മഹർഷിയാണ്. അപ്പം അതിൽ എങ്ങനെ ആ മഹർഷിയെ ഞാൻ വന്ദിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഇവിടെ ഞാൻ വന്ദിക്കുന്ന വാൽമീകി ഒരു കോകിലം, വാൽമീകി കോകിലം. വാൽമീകിയെ ഒരു കുയിലായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കോകിലത്തെ ഞാൻ വന്ദിക്കുന്നു. വന്ദേ, അഹം വന്ദേ. വന്ദേ എന്ന് പറഞ്ഞാൽ അഹം അവിടെ ഇല്ല, പക്ഷേ വന്ദേ എന്നുള്ള ക്രിയയുടെ കർത്താവ് അഹമാണ്. അപ്പം ഞാൻ വന്ദിക്കുന്നു. അപ്പം വന്ദേ എന്നുള്ളതിന് അർത്ഥം എന്ത് പറയണം എന്ന് ചോദിച്ചാൽ ഞാൻ വന്ദിക്കുന്നു. ആരെ വന്ദിക്കുന്നു? വാൽമീകിയാകുന്ന കോകിലത്തെ ഞാൻ വന്ദിക്കുന്നു. എവിടെ ഇരിക്കുന്നു ആ കോകിലം? ആരുഹ്യ കവിതാശാഖാം, കവിതയാകുന്ന ശാഖയിൽ കയറിയിരിക്കുന്നു. ആരുഹ്യ ആരോഹണം ചെയ്തിരിക്കുന്നു, കയറിയിരിക്കുന്നു. അവിടെ ഇരുന്ന് എന്തു ചെയ്യുന്നു? മധുരം മധുരാക്ഷരം, മധുരമായ മധുരാക്ഷരത്തിൽ രാമ രാമ ഇതി, രാമരാമേതി, രാമ രാമ എന്ന് കൂജന്തം, കൂജന്തം എന്ന് പറഞ്ഞാൽ കൂജനം ചെയ്യുന്നു. അപ്പം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ, ആ കവിതാശാഖയിലിരിക്കുന്ന വാൽമീകി കോകിലത്തെ വന്ദേ വാൽമീകി കോകിലം ഞാൻ വന്ദിക്കുന്നു. അങ്ങനെ മഹർഷിയുടെ, വാൽമീകി മഹർഷിയുടെ രാമായണത്തെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് കേരളീയർക്ക് വായിച്ച് കർക്കിടക മാസത്തിൽ വായിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വീട്ടിലും കർക്കിടകത്തിലാണ് രാമായണം വായിച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടി, ആ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തു. അതാണ് കിളിപ്പാട്ട്. കിളിപ്പാട്ട്, അതായത് തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടെന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. മലയാളത്തിന് അക്ഷരം ലിപി വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത് ആരാണ്? എഴുത്തച്ഛനാണ്. അപ്പം ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. ആ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്നതാണ് ഈ അധ്യാത്മരാമായണം. മറ്റേത് വാൽമീകി രാമായണമാണെങ്കിൽ ഇത് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണം, അധ്യാത്മ പ്രദീപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അധ്യാത്മരാമായണത്തെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, താൻ ചൊല്ലി വന്ന ആ കഥയുടെ ശേഷം ചൊല്ലുന്നതിന് ആരെ വിളിക്കും? കിളിയെ വിളിക്കും. എവിടെയാണ് ആ കിളി ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ്റെ മനസ്സിലായിരിക്കാം. കിളി വരും, കിളി ചൊല്ലിയതിൻ്റെ ശേഷം ചൊല്ലും. അത് കേട്ടാണ് താൻ എഴുത്തച്ഛൻ ഈ കവിത എഴുതുന്നതെന്നാണ് സങ്കല്പം. അപ്പം കിളിപ്പാട്ട് പ്രസ്ഥാനമാണ് അധ്യാത്മരാമായണം. അതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛനാണ്. അദ്ദേഹത്തെ നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കണം. അത് കഴിഞ്ഞ് അപ്പം ബാലകാണ്ഡം കഴിഞ്ഞു. അപ്പോൾ അത് വാൽമീകി രാമായണത്തെ പോലെ തന്നെ കാണ്ഡങ്ങളായിട്ടാണ് അത് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാണ്ഡമാണ് ബാലകാണ്ഡം. ബാലകാണ്ഡം തുടങ്ങുന്നത് തന്നെ ആദ്യം ഓംകാരത്തെ സ്തുതിക്കും. അല്ലാതെ വെറുതെ ഒന്നുമില്ല, വളരെ സംസ്കാരമാണ്, ആർഷ സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഋഷികളുടെ സംസ്കാരം. ഋഷി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാവുന്നവൻ. അപ്പം വാൽമീകി ആരായിരുന്നു? മഹാനായ ഋഷിയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് രാമായണം അതിൻ്റെ കർത്താവ്. അപ്പോൾ അത് മലയാള ഭാഷയിലോട്ട് എഴുതി തന്ന ആ കർത്താവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പം കവിത എഴുതാനിരിക്കുമ്പോൾ ആരെ വിളിക്കും? ശാരിക പൈതലേ കിളി ചാരുശീലേ വരിക ആരോമലേ കഥാശേഷവും ചൊല്ലുനീ. അങ്ങനെ പറയുന്നതാണ്, അഹങ്കാരമില്ല. അങ്ങനെ കിളി തൻ്റെ മനസ്സിലിരുന്ന് പറയുന്നതാണ് താൻ അവതരിപ്പിക്കുന്ന കിളിപ്പാട്ട്. ഇതാണ് അതിൻ്റെ എഴുത്തച്ഛൻ്റെ ആ സങ്കല്പം. അപ്പോൾ ആ എഴുത്തച്ഛൻ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ്.
അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഇതൊക്കെ എടുത്തുനിന്ന് തന്നെയല്ല ഹരിനാമ കീർത്തനം. എല്ലാ വീട്ടിലും അമ്മമാർ രാവിലെ ചൊല്ലുന്ന ഹരിനാമ കീർത്തനം ആരാണ് എഴുതി തന്നത്? തുഞ്ചത്തെഴുത്തച്ഛൻ. ഇതെല്ലാം നമ്മൾ സ്മരിച്ചുകൊണ്ട് വേണം എഴുത്തച്ഛനെയും കിളിപ്പാട്ട് പ്രസ്ഥാനത്തെയും സ്മരിക്കുവാൻ. അടുത്തത് അയോധ്യാകാന്ഡം. അതായത് ബാലകാന്ഡം നിർത്തിയത് എങ്ങനെയാണ്? വിശ്വാമിത്രനും സൂര്യേന്ദ്രന്മാരെ പോലെ പ്രശോഭിക്കുന്ന 4 പേര് അല്ലേ? ശ്രീരാമ ലക്ഷ്മണന്മാരും അവരുടെ അനുജനും സീതാദേവിയും അനുജത്തിമാരും കൂടി വരുന്നു. ഒരു വിവാഹ വധൂവരന്മാരുമായിട്ട് വരുന്ന ഒരു കൂട്ടം, ഒരു സംഘം. അവരോട് യുദ്ധം ചെയ്യാൻ ആര് നിൽക്കുന്നു? ക്ഷത്രിയ കുലജാതനായ പരശുരാമൻ നിൽക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഖേദിക്ക വേണ്ട, നീ ദുഃഖിക്കാനൊന്നും വേണ്ട. ആര് പറയുന്നുണ്ട്? മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രീരാമ ദുഃഖിക്കണ്ട, നല്ലതേ വന്നുകൂടൂ, നല്ലതേ നിനക്ക് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപദേശം കേട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. ആ സമയത്താണ് ദശരഥന് ഉത്തരവൊക്കെ അയച്ചു കൊടുത്തതെല്ലാം പറഞ്ഞല്ലോ. അങ്ങനെ അയോധ്യയിൽ നിന്നും എല്ലാ പേരും വളരെ സന്തോഷത്തോടുകൂടി ഈ മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് എത്തി. അയോധ്യാകാന്ഡം തുടങ്ങുന്നതും ഓംകാര സ്വരൂപനായ, അത് സൃഷ്ടി സ്ഥിതി സംഹാര സമന്വയനായ ഓംകാരാക്ഷര പദത്തെ സ്മരിച്ചുകൊണ്ടാണ് അയോധ്യാകാന്ഡവും തുടങ്ങുന്നത്. അതിൽ ആദ്യം ഹരി ശ്രീ ഗണപതേ നമഃ എന്ന അവിഘ്നമസ്തു. അത് ഹരി എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന ആളാണ്. ഹരിച്ചു കളയാണ്, ഇല്ലാതാക്കുകയാണ്. എന്താണ് ഇല്ലാതാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ വന്നു, നമുക്ക് വസിക്കാൻ ഈ ഭൂമിയേ ഉള്ളൂ. അപ്പോൾ ഭൂമിയിൽ വന്ന് വസിക്കുന്ന നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് പാപഫലം. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു വന്ന വാൽമീകി മഹർഷിയും പാപം ചെയ്തു. അപ്പോൾ ആ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി കളയുന്ന ആ ഈശ്വരനെയാണ് ആദ്യം സ്മരിക്കുന്നത്. അത് ഹരിയാണ്. ആ ഹരി എല്ലാ ഐശ്വര്യവും നിലനിർത്തുന്ന, ഹരിയോടൊപ്പം തന്നെ ഉള്ള മഹാലക്ഷ്മി ആണ് ശ്രീ എന്ന് പറയുന്നത്. അപ്പം ഹരിശ്രീ എല്ലാ വിഘ്നങ്ങളും തീർക്കുന്ന ഗണപതി. ഹരിശ്രീ ഗണപതേ നമഃ. ഈ 3 പേർക്കും നമസ്കാരം പറഞ്ഞ് ഒരു വിഘ്നവും കൂടാതെ എൻ്റെ ഈ കർമ്മം വിജയത്തിലെത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് 2ാം കാണ്ഡവും തുടങ്ങുന്നത്.